ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ ഇങ്ങനെ വൈകുന്നേരം ഒരു 2-2:30 മണിയാകുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കല്ലുമ്മക്കായി വന്നു കേട്ടോ. നമ്മളവിടെ ഒന്നും ഇപ്പോൾ ഇത് അങ്ങനെ ഇങ്ങനെ കിട്ടാൻ പോണില്ലല്ലോ. അപ്പോൾ കല്ലുമ്മക്കായി വന്നപ്പം കുട്ടികൾക്ക് ഒറ്റ തുമ്പ വാങ്ങിട്ട് അങ്ങനെ യോസ്ക പോയിട്ട് അരക്കിൽ നല്ല മെനക്കെടില പണിയാണ് കേട്ടോ. ചെറിയ മെനക്കെടൊന്നല്ല, നല്ല പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അത് വലിയ മെനക്കെടല്ലായിരിക്കും. എന്താ പറയുക, ചേര തിന്ന് നാട്ടിൽ പോയ ചേരനെ നടക്കാണ്ട് തിന്നണമെന്ന് അറിയില്ലേ, അതുപോലെ ഞാനും എന്താക്കി അറിയോ, അരക്കിലോ കല്ലുമ്മക്കായി വാങ്ങിയേട്ടോ. അപ്പോൾ കുട്ടികൾ വാങ്ങി നമുക്ക് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഇപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെ കിട്ടുമ്പോഴല്ലേ നമ്മളവിടെ ഉണ്ടാവുമായിരിക്കും, എന്നാലും അങ്ങനെ നമ്മളിങ്ങനെ വാങ്ങും ഇതാക്കുമൊന്നുമില്ലല്ലോ. കൊണ്ടുവരലില്ല തോന്നുന്നുണ്ട്, കിട്ടലില്ല, മീൻ മാർക്കറ്റിലൊന്നും ഉണ്ടാവില്ലാണ്. അങ്ങനെ പിന്നെ നന്നാക്കുക കേട്ടോ. അതെന്താക്കി അതിൻ്റെ തോടൊക്കെ നല്ലോണം മേലെ വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിൽ നന്നാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തൊരു കറുത്ത സാധനം ഉണ്ട് കേട്ടോ. അത് വലിച്ചെടുത്തിട്ടില്ലെങ്കിലാണല്ലോ വയറുവേദന വരിക. ഒരു കറുത്ത സാധനം ഉണ്ട് നീണ്ടിട്ട്, അതെടുത്തിട്ടില്ലെങ്കിലാണ് വയറുവേദന വരികയാണ്ട് അത് നുള്ളിപ്പറിച്ചെടുക്കുക കേട്ടോ. അതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റാണിത്, അതിൻ്റെ ആ മുടിയും അതിന് വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ഒരു പാത്രത്തിൻ്റെ സൈഡിൽ കൂടിയൊക്കെ വെള്ളം വരാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇറച്ചി മീനായാലും കഴുകി വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കൂല, അങ്ങനെ ഇതുപോലൊരു വെള്ളം വരാൻ വേണ്ടിയിട്ട് വെക്കുക. അങ്ങനെ പുഴുങ്ങലരി വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ പുഴുങ്ങലരിക്ക് മല്ലി, മുളക്, മഞ്ഞൾ, പിന്നെ വലിയ ജീരകം, പിന്നെ അരിക്കന്നെ ഇടുക കേട്ടോ. മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകവും ചുവന്നുള്ളിയും തേങ്ങയും കൂട്ടിയിട്ട് നല്ല അരച്ചെടുക്കുക കേട്ടോ. പിന്നെ നല്ലോണം പേസ്റ്റ് കരിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല അരച്ചെടുത്തിട്ട് പിന്നെ നല്ല കുറച്ച് എന്താക്കിയാറ്, ഞാൻ അരച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസായപ്പോൾ കുറച്ച് പത്തിരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്യാണ് കേട്ടോ. ഒക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്ത് എല്ലാം ഇഡ്ഡലി ചെമ്പിൻ്റെ ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അങ്ങനെ ഇഡ്ഡലി ചെമ്പിൻ്റെ ആവിയിൽ വേവിച്ച് വെച്ചതിൻ്റെ ശേഷം നല്ല മുളകും മഞ്ഞളും പിന്നെ ഉപ്പും ഇട്ടിട്ട് നല്ല നമ്മൾ മീനിൻ്റെ മസാല പെരക്കും പോലെ പെരക്കുക കേട്ടോ. മീനിൻ്റെ പെരക്കും പോലെ പെരക്കിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇന്നലത്തെ നോമ്പിൻ്റെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, സ്പെഷ്യൽ കല്ലുമ്മക്കായ. പക്ഷെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളെപ്പോൾ അരി അരക്കുമ്പോഴും മസാലയിലോട്ട് അരക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.